സ്ത്രീ സുരക്ഷയ്ക്ക്, അതായത് ആശുപത്രികളിലെ സ്ത്രീ സുരക്ഷയ്ക്ക് പശ്ചിമബംഗാൾ സർക്കാർ നടപടി സ്വീകരിക്കുന്നു. വനിതാ ഡോക്ടറുടെ ജോലി സമയം 12 മണിക്കൂറായി നിജപ്പെടുത്തിയിരിക്കുന്നു ബംഗാൾ സർക്കാർ. രാത്രി ഡ്യൂട്ടി പരമാവധി ഒഴിവാക്കും. സ്ത്രീകൾക്ക് ശുചിമുറിയുള്ള പ്രത്യേക വിശ്രമ മുറിയും സജ്ജമാക്കും. രാത്രിയിൽ വനിതാ വോളണ്ടിയേഴ്സിനെ നിയമിക്കാനും തീരുമാനമായിട്ടുണ്ട്. യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച 43 അധ്യാപകരെ സ്ഥലം മാറ്റിയ ഉത്തരവ് സർക്കാർ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൽറാം, അപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ പശ്ചിമബംഗാൾ സർക്കാർ ആ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. രാത്രി സുരക്ഷ ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ചും വനിതാ ആരോഗ്യ പ്രവർത്തകർക്ക് ആശുപത്രികളിൽ ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നടപടി. എന്തൊക്കെയാണ് പുതിയ സർക്കാർ തീരുമാനങ്ങൾ? പ്രജിൻ പ്രവിത, കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ക്രൂര ബലാത്സംഗത്തിനായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ ഈ ഡോക്ടർമാർക്ക് ഉള്ള ജോലി സമയം അടക്കമുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ചയാക്കുകയും പ്രതിഷേധക്കാർ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ചില നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡോക്ടർമാർക്കുള്ള, പ്രത്യേകിച്ച് വനിതാ ഡോക്ടർമാർക്ക് ജോലി സമയം പരമാവധി 2 മണിക്കൂറായി 12 മണിക്കൂറായി നിജപ്പെടുത്തും. ഒപ്പം തന്നെ വനിതാ ഡോക്ടർമാർക്ക് രാത്രി ഡ്യൂട്ടി ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കും. കൂടാതെ ആശുപത്രികളിൽ വരുന്ന സംശയം തോന്നുന്ന ആളുകളെ മുഴുവനായും ബ്രത്ത് അനലൈസർ പരിശോധന നടത്തും. വനിതാ ഡോക്ടർമാർക്ക് വിശ്രമിക്കാൻ ശുചിമുറി അടക്കമുള്ള പ്രത്യേക വിശ്രമ മുറികൾ സജ്ജീകരിക്കും. കൂടാതെ ലോക്കൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന മൊബൈൽ ആപ്പ് പ്രാബല്യത്തിൽ വരുത്തും. വനിതാ ഈ വിശ്രമ മുറികളിൽ പ്രത്യേക വനിതാ ഗാർഡുകളെ നിയമിക്കും എന്നതടക്കമുള്ള തീരുമാനങ്ങളാണ് ബംഗാൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത്. സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ഉറപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ തുടർന്ന് ജോലി. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്നലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. ഇതിനൊരു രാഷ്ട്രീയ നിറം കൂടി കൈവന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമൊക്കെ വളരെ പെട്ടെന്നുണ്ടായതെന്ന് കരുതാതെ വയ്യമർജൻ. തീർച്ചയായിട്ടും. എന്നാലും സർക്കാർ ഇപ്പോൾ ഈ പ്രതിഷേധം കൂടി അത് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഷേധം പിൻവലിക്കാനുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ അധ്യാപകരുടെ കൂട്ടസ്ഥലമായിട്ട് ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലും വലിയ വിവാദം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സർക്കാർ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എന്താണ് ഇതിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എടുക്കുന്ന നിലപാട്? ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണോ അല്ല പിൻവലിക്കുകയാണോ എന്ന കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാടിനോട് എങ്ങനെയാണ് ഈ ഡോക്ടേഴ്സിന്റെ സംഘടനകൾ പ്രതികരിക്കുന്നത് എന്നതനുസരിച്ചിരിക്കും ഈ സമരം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നത്.